ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. രാജ്യം ഉറ്റുനോക്കിയ കേരളം ഉൾപ്പെടെ 5 ഇടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നു. ജയിപ്പിക്കേണ്ടവരെ കണ്ടറിഞ്ഞ് ജയിപ്പിച്ചും തോറ്റിരിക്കേണ്ടവരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചും പ്രബുദ്ധ കേരളം തങ്ങളുടെ ഉന്നത ജനാധിപത്യ ദൗത്യം വൃത്തിയിൽ നിർവഹിച്ചിരിക്കുന്നു. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് അരമുറുക്കിയ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് ഗോതയിൽ കമിഴ്ന്നടിച്ച് മുഖം കുത്തിയാണ് വീണിരിക്കുന്നത്. കേരളത്തിൽ ഭരണ തുടർച്ച ഉറപ്പിച്ച LDFന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയുണ്ടായത് ആകസ്മികമല്ല. മന്ത്രിമാരുൾപ്പെടെ വലിയ വോട്ടിന് തോറ്റതും മുഖ്യമന്ത്രിയടക്കം ഭൂരിപക്ഷം കുറഞ്ഞ് നിറം മങ്ങിയ ജയം കാഴ്ചവെച്ചതും ഭരണവിരുദ്ധ വികാരം അലയടിച്ചതിനാലാണ്. എതിർ പാർട്ടിക്കാരും നിഷ്പക്ഷമതികളും മാത്രമല്ല, ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയവരും സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് എതിരായി വോട്ട് ചെയ്തു എന്നാണ് റെക്കോർഡ് ഫലം തെളിയിക്കുന്നത്. വികസന നേട്ടങ്ങളും സാമൂഹിക ക്ഷേമ പദ്ധതികളും ഉയർത്തി വോട്ട് തേടിയ ഇടതുപക്ഷത്തെ ജനങ്ങൾ കൈവിട്ടതിന് കാരണങ്ങൾ അനവധിയുണ്ട്. തുടർ ഭരണമേൽപ്പിച്ച അമിതാത്മവിശ്വാസം ഇടതു കേന്ദ്രങ്ങളിലുണ്ടാക്കിയ മനോഭാവത്തിലെ മാറ്റം ജനത്തിന് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറത്തായിരുന്നു. അധികാരത്തിൻ്റെ അനൽപമായ ധാർഷ്ട്യവും ധൂർത്തും പ്രതിപക്ഷ ബോധമില്ലാത്ത പെരുമാറ്റവും മതേതര നിലപാടിലെ വിട്ടുവീഴ്ചയും വർഗീയ വിദ്വേഷ പ്രചാരകരെ ഒപ്പം നിർത്തിയതും ഇടതുപക്ഷത്തിന് പിഴവ് വരുത്തി. തങ്ങൾ ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെട്ടേ മതിയാകൂ എന്ന വാശിയിൽ വർഗീയ കക്ഷികൾക്കാണ് തങ്ങൾ നിലമൊരുക്കുന്നതെന്ന ചിന്ത പോലും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ചോദിച്ചു വാങ്ങിയ തോൽവി എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കാനാവും. അതേസമയം BJPയുടെ കടന്നുവരവ് മതേതര കേരളത്തിൻ്റെ മഹാമനസ്കതയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് ദീർഘവീക്ഷണത്തോടെ ഉൾക്കൊള്ളാൻ 100 മേനിയിൽ ജയം നേടിയ UDFനും ബാധ്യതയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഭരണത്തിലിരിക്കുന്നവർക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നുപോയത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകളെയും അപ്പാടെ മാറ്റിമറിച്ചാണ് തമിഴ്നാട്ടിൽ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകത്തിൻ്റെ വിജയം. സംസ്ഥാനത്ത് നിശബ്ദമായി അലയടിച്ച ഭരണവിരുദ്ധ വികാരം തമിഴക വെട്രി കഴകത്തിന് ഉദിച്ചുയരാനുള്ള അവസരമായി മാറുകയായിരുന്നു. ദ്രാവിഡ പാർട്ടികളുടെ മാറിയുള്ള ഭരണം, അഴിമതിക്കാരായ നേതാക്കൾ, ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലുണ്ടായ മാറ്റം, യുവാക്കളിലും മധ്യവർഗത്തിലുമുണ്ടായ നിലപാട്, ഇവയെല്ലാം ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നല്ലപോലെ സ്വാധീനിച്ച ഘടകങ്ങളായിരുന്നു. 1.5 പതിറ്റാണ്ടായി ബംഗാളിൽ ഭരണം നടത്തുന്ന മമതാ ബാനർജിയുടെ പതനം ഏറെക്കുറെ പ്രതീക്ഷിച്ചതു തന്നെയാണ്. കേന്ദ്ര സർക്കാരും അതിൻ്റെ പൂർണ്ണ സന്നാഹങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രസേനയും ഒപ്പം നിന്നപ്പോൾ ബംഗാളിലെ ജനവിധി BJP കണക്ക് കൂട്ടിയതുപോലെയായി എന്ന് വേണം കരുതാൻ. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് തങ്ങളെ അധികാരത്തിലെത്തിച്ചതെന്ന് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞത് സംസ്ഥാനത്തെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. കേന്ദ്രഭരണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ബാധ്യതകളും ഉപയോഗിച്ചാണ് ബംഗാൾ അട്ടിമറിക്ക് കളമൊരുക്കിയത്. വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരായ ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ നിഷ്കരുണം വെട്ടിമാറ്റിയ SIR അതിനുള്ള നിലമൊരുക്കലായിരുന്നു. എന്നാൽ നീതിപീഠം പോലും ഇത്തരം മൗലികാവകാശ നിഷേധത്തിന് നേരെ പലപ്പോഴും കുറ്റകരമായ മൗനം അവലംബിച്ചു. മമതയുടെ തുടർഭരണം ജനങ്ങളിൽ മടുപ്പുളവാക്കി എന്നത് വസ്തുതയാണ്. അഴിമതി, ക്രമസമാധാന തകർച്ച, യുവാക്കളിലെ അതൃപ്തി, സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ എന്നിവ തൃണമൂൽ കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ താൽപ്പര്യം കുറയാനിടയാക്കിയെന്നത് നിഷേധിക്കാനാകില്ല. അപ്പോഴും ന്യായീകരിക്കാവുന്ന മാർഗമല്ല ജനവിധി തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ BJP സ്വീകരിച്ച വഴികൾ എന്നത് പറയാതിരുന്നുകൂടാ. അസമിൽ BJP ഭരണ തുടർച്ച നേടിയതും നേരായ മാർഗത്തിലൂടെയല്ല. ഭയവും വിദ്വേഷവും വ്യാജ പ്രചരണവും നടത്തിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഭരണ തുടർച്ച ഉറപ്പാക്കിയത്. മത ന്യൂനപക്ഷങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുക വഴി ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുറപ്പിക്കുകയായിരുന്നു BJP അസമിൽ. ഒപ്പം പ്രതിപക്ഷമായ കോൺഗ്രസിന് അവസരം മുതലെടുക്കാനുള്ള സംഘടനാശേഷിയോ നേതൃത്വമോ ഉണ്ടായില്ല എന്നതും BJPക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. പുതുച്ചേരിയിലും ഇക്കുറി ഭരണ തുടർച്ചയുണ്ടായി അധികാരത്തിൽ തിരിച്ചെത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അത് വിനിയോഗിക്കാൻ കോൺഗ്രസ് MK സഖ്യത്തിന് കഴിഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരം നിലനിന്നിട്ടും പരസ്പരം പോരടിച്ചും പ്രചാരണത്തിൽ പിഴവ് വരുത്തിയും
കോൺഗ്രസ് സഖ്യം പുതുച്ചേരി വിട്ടുനിൽക്കുകയായിരുന്നു. ഫലത്തിൽ തമിഴ്നാട്ടിലും ബംഗാളിലും കേരളത്തിലും ഭരണമാറ്റത്തിന് ജനം വിധിയെഴുതിയപ്പോൾ അധികാരത്തിലെത്താൻ കഴിയുമായിരുന്ന രാഷ്ട്രീയ സാഹചര്യം പോലും ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയ പ്രതിപക്ഷങ്ങളുടെ പരാജയത്തിനാണ് അസമും പുതുച്ചേരിയും സാക്ഷ്യം വഹിച്ചത്. സ്വതന്ത്രവും നീതിപൂർവകവുമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പുകൾ പോലും സംശയത്തിലാക്കുന്ന കാലത്ത് ജനങ്ങളുടെ തീർപ്പ് അതീവ ഗൗരവമർഹിക്കുന്നു. അധികാരം ലഹരിയായും അമിതാധികാര പ്രവണതയ്ക്ക് ഉപാധിയായും കണക്കാക്കുന്നവരെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് മനസ്സിലാക്കാൻ ഈ ജനവിധി ഉപകാരപ്പെടട്ടെ. തോൽവിയും ജനങ്ങളും ഇഴകീറി പരിശോധിച്ച് പിഴവുകൾ തീർത്ത് കൂടുതൽ തെളിമയോടെ തിരികെ എത്താൻ തോറ്റവർക്ക് കഴിയട്ടെ. ഒപ്പം തങ്ങളിലേൽപ്പിച്ച ഗൗരവത്തായ ഉത്തരവാദിത്തം പാളിച്ചയില്ലാതെ ജനമനസ്സറിഞ്ഞ് നടപ്പാക്കാനും ജയിച്ചവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.